ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നൊരു കാര്യം തന്നെയാണ്. അതായത് നമ്മൾ പലരും നേരിട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമായിരിക്കും അല്ലേ. നമ്മൾ എത്ര നന്നായിട്ട് പഠിച്ചിട്ടാണെങ്കിലും നമ്മൾ ചിലപ്പോൾ ലിസ്റ്റിലൊന്നും വരാറുണ്ടാവില്ല അല്ലേ. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ റീസൺ? നമ്മൾ ലിസ്റ്റിൽ വരുന്നില്ല, നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ പുസ്തകമൊക്കെ എടുത്ത് വീണ്ടും പഠിക്കും, പിന്നെയും ലിസ്റ്റിൽ വരില്ല. അപ്പോൾ അതിനൊരു മെയിൻ 5 റീസൺ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഫസ്റ്റ് ഒരു റീസൺ പറയാം. അതിലെ ആദ്യത്തെ പോയിൻ്റാണ് ഇന്നെഫക്റ്റീവ് മെത്തേഡ് ഓഫ് സ്റ്റഡി. അതായത് നമ്മൾ പഠിക്കുന്ന രീതി ശരിയല്ല അല്ലേ. നമ്മൾ കാലത്തെണീറ്റ് നമ്മൾ ചിലപ്പോൾ കാര്യമായിട്ടിന്ന് നന്നായിട്ടിരുന്ന് പഠിക്കണം എന്നുള്ളൊരു ചിന്താഗതിയിൽ തന്നെ നമ്മൾ ബുക്കൊക്കെ എടുത്ത് വായന തുടങ്ങും അല്ലേ. കുറേ കവർ ചെയ്യണം, നമുക്ക് ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്ത് നമ്മൾ പഠിച്ച് തുടങ്ങി കുറേ അങ്ങോട്ട് പഠിക്കും. എത്ര പേരാണ് നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ പഠിച്ചിട്ടുള്ള, ഇപ്പോൾ നമ്മളൊരു 20 പോയിൻറ്റ്സ് ആണോ പഠിച്ചിട്ടുള്ളതെങ്കിൽ അതിലൊരു 15 പോയിൻറ്റ്സ് എങ്കിലും റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്? എത്ര പേരുണ്ട് ഇതിനകത്ത്? അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു രീതിയിലും കൂടെ പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ എന്തെങ്കിലും പഠിച്ചതിന് ശേഷം നമുക്കത് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ പഠിക്കുന്ന ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് വരിക. ഓക്കെ, അല്ലെങ്കിൽ അവിടെ വേസ്റ്റേജ് ഓഫ് ടൈമാണ്. അപ്പോൾ ഇന്നെഫക്റ്റീവ് മെത്തേഡ് ഓഫ് സ്റ്റഡിയാണ് നമ്മുടെ ഫസ്റ്റ് പോയിൻറ്റ്. അപ്പോൾ എത്ര നേരം പഠിക്കണമെന്നുള്ളതല്ല, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്കത് വീണ്ടും റീകളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഓർമ്മ വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ രണ്ടാമത്തെ പോയിൻ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ് കേട്ടോ. ഇനി രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള സ്റ്റഡി പ്ലാൻ വേണം അല്ലേ. ഇപ്പോൾ പലരും ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്ലാനൊക്കെ ഉണ്ടാവും, നമ്മുടെ മൈൻഡിലൊരു പ്ലാനൊക്കെ ഉണ്ടാവും. കാലത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ ഹിസ്റ്ററി ഇരുന്ന് പഠിക്കുകയാണ്. അപ്പോൾ ഹിസ്റ്ററി ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ വിചാരിക്കുക അല്ല, നമുക്കൊരു എന്താ പറയുക, ഒരു സെക്കൻഡ് തോട്ട് വരികയാണ്, ഞാൻ എന്തിനാ ഇപ്പോൾ ഹിസ്റ്ററി പഠിക്കുന്നത്, അതിന് വലിയ വെയിറ്റേജ് ഒന്നും ഇല്ലല്ലോ, കറണ്ട് അഫെയർസ് നോക്കാം, ഒരു 20 മാർക്ക് ഉണ്ട് അല്ലേ. അപ്പോൾ കറണ്ട് അഫെയർസ് നോക്കാമെന്ന് പറഞ്ഞ് ഹിസ്റ്ററി എടുത്ത് മാറ്റി നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് അഫെയർസ് തുടങ്ങും. അങ്ങനെ കറണ്ട് അഫെയർസ് ഒരു 10-12 പോയിൻറ്റ്സ് ഒക്കെ വായിച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടൊക്കെ വിളിച്ചിട്ട് കറണ്ട് അഫെയർസ് അല്ല SCERT പഠിച്ചോ, SCERT NCERTക്കൊക്കെ നല്ല വെയിറ്റേജ് ഉണ്ട്, അപ്പോൾ ഇനി കറണ്ട് അഫെയർസ് നോക്കിക്കൊണ്ടിരിക്കാണ്ട് കറണ്ട് അഫെയർസ് നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ, അപ്പോൾ SCERT NCERT ഒക്കെ നോക്കൂ എന്നൊക്കെ പല രീതിയിലുള്ള നമ്മുടെ അടുത്ത് അഡ്വൈസുകളൊക്കെ വരാറുണ്ട് അല്ലേ. അല്ലെങ്കിൽ ചിലപ്പോൾ പലരും വിളിച്ചിട്ട് ഇന്നൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, അത് നോക്കുക. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒപ്പീനിയൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള റിസോഴ്സുകളുണ്ടെങ്കിൽ അല്ലേ, കുറേ റിസോഴ്സുകളുണ്ട്, കുറേ പുസ്തകങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറേ റിസോഴ്സുകളുണ്ട്, ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് എന്താ പറയുക, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവാണ്ടിരിക്കുക. അപ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താ, നമുക്കൊരു പ്രോപ്പറായിട്ട് നമുക്ക് മൈൻഡിലൊരു എന്താ പറയുക, ഒരു ദൃഢനിശ്ചയം വേണം. ഞാൻ ഇന്ന ദിവസം ഇത്രയും ടൈം കൊണ്ട് ഞാനത് പഠിച്ച് തീർക്കും, അല്ലാണ്ട് ഇന്ന ദിവസം പഠിക്കും എന്നുള്ളതല്ല, ഇന്ന ദിവസം ഇത്രയും ടൈമിനുള്ളിൽ ഞാൻ ഇത്രയും പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളൊരു ദൃഢനിശ്ചയം നമുക്കെല്ലാവർക്കും വേണം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പോയിൻ്റ് ഇസ് പ്രോപ്പർ സ്റ്റഡി പ്ലാൻ. ഓക്കെ, ഇനി വരുന്നത് മൂന്നാമത്തെ പോയിൻ്റ് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാർ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്ന ഒരു കാര്യമായിരിക്കും കേട്ടോ. എന്താ, റിവിഷൻ ചെയ്യാണ്ടിരിക്കുക അല്ലേ. അപ്പോൾ റിവിഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും അയ്യോ അതൊരു ബോറടി പരിപാടിയല്ലേ, അപ്പോൾ ആ ഒരു സമയം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കവർ ചെയ്തുകൂടെ അല്ലേ, ആ ഒരു ചിന്താഗതി ഉള്ളവരായിരിക്കും ഭൂരിഭാഗം പേരും. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് നെഗറ്റീവ് അടിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ റിവിഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണെന്ന് വിചാരിക്കാം. ഈ ഒരു കാര്യം നമ്മൾ റിവൈസ് ചെയ്യുന്നില്ല, നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുന്നു, നമുക്കതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കിട്ടുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കിത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ എന്തായാലും പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പഠിച്ചിട്ടുള്ള കാര്യം നമ്മൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു വിഷമമൊക്കെ വരില്ലേ. അപ്പോൾ നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ ഇത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കും. അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് നെഗറ്റീവ് അടിക്കുക. അപ്പോൾ റിവിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അല്ലേ. നമ്മളത് പ്രോപ്പറായിട്ട് അടുക്കും ചിട്ടയോടൊക്കെ പഠിക്കുകയാണെങ്കിൽ, പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ റിവിഷൻ എന്ന് പറയുന്നത് ഏതൊരു ഉദ്യോഗാർത്ഥിയുടെ കേസിലാണെങ്കിലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ബിഗിനർ എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങളൊരു 2-3 ദിവസം പഠിച്ചതിന് ശേഷം, പുതിയ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ഒരു ദിവസം നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് വയ്ക്കുക, എന്തായാലും വെക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്, നമ്മൾ വീണ്ടും എന്താ പറയുക എക്സാംസ് ഒക്കെ എഴുതുന്ന ഒരാളാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും റിവിഷന് മസ്റ്റായിട്ട് വയ്ക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഗുണം അടുത്ത എക്സാമിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ പറ്റുമെങ്കിൽ സൺഡേ ഉണ്ടെങ്കിൽ സൺഡേ തന്നെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും അല്ലെങ്കിൽ PYQ ഒക്കെ ചെയ്യാനുമായിട്ടൊക്കെ വെക്കാം. അപ്പോൾ നമ്മുടെ ഒരു ടൈം അവിടെ വേസ്റ്റേജ് ആണ്, അങ്ങനെ ഒരു ചിന്ത വേണ്ട. നമ്മൾ പഠിക്കുന്ന കാര്യം വൃത്തിയായിട്ട് അല്ലേ, നമുക്കത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം, നമുക്കവിടെ മാർക്ക് കിട്ടണം. അല്ലാതെ വെറുതെ നമ്മൾ ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല പഠിക്കുന്നത്, നമ്മളെ തന്നെ നമ്മൾ ബോധ്യപ്പെടുത്തി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നാലാമത്തെ പോയിൻ്റ് നോക്കാം. നാലാമത്തെ പോയിൻ്റാണ് കൺസിസ്റ്റൻസി.
ഒരു PSC ഉദ്യോഗാർത്ഥിയുടെ കേസിൽ ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് കൺസിസ്റ്റൻസി. അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പഠനം, അല്ലേ, തുടർച്ചയായിട്ടുള്ള ഒരു പഠനമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പലരും ചിലപ്പോൾ 3-4 ദിവസം അല്ലെങ്കിൽ 2-3 ദിവസം കാര്യമായിട്ട് നമ്മൾ ഫുൾ എഫേർട്ടൊക്കെ എടുത്തിട്ട് നമ്മൾ പഠിക്കാറുണ്ട്. ചിലപ്പോൾ അത് കഴിയുമ്പോൾ ഒരു ദിവസം നമ്മൾ റെസ്റ്റ് എടുക്കും. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഒരു അസുഖം വന്നു, അപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ച് ഓടി നടക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരുടെയും കേസിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതല്ല ഉദ്ദേശിക്കുന്നത്. കൺസിസ്റ്റൻസി കൊണ്ട് പറയുന്നത്, അതായത് നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ഒരു 2-3 മാസം നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തു. അതിനുശേഷം 1-2 മാസം നിങ്ങൾ ബുക്ക് തുറന്നേ നോക്കുന്നില്ല. പിന്നെ നിങ്ങൾക്കത് വീണ്ടും നിങ്ങൾ ആ ഒരു ട്രാക്കിലോട്ട് എത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഒന്നീന്ന് തുടങ്ങേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ദിവസം തന്നെ നമ്മൾ പഠിച്ചില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, ആ ഒരു ടച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പോകും, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാവും. അപ്പോൾ അത്രയും എഫേർട്ട് നമ്മൾ കൂടുതൽ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു ദിവസം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ആ ഒരു ടച്ച് വെക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഒരുപാട് സമയമല്ല. കാരണം എല്ലാവർക്കും പലതരത്തിലുള്ള സാഹചര്യങ്ങളായിരിക്കും വീട്ടിൽ, അല്ലേ? വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അതുപോലെ തന്നെ അമ്മമാരുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സാഹചര്യം നോക്കി നിങ്ങൾ എപ്പോഴെങ്കിലും എല്ലാ ദിവസവും ഒരു സമയം കണ്ടെത്തി കുറച്ച് നേരമെങ്കിലും നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ നെക്സ്റ്റ് പോയിൻ്റ്. കൺസിസ്റ്റൻസി ഇല്ലായ്മയാണ് ഇവിടുത്തെ ഇഷ്യൂ കേട്ടോ. ഇനി അടുത്തത്, നമുക്കെല്ലാവർക്കും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും വരുന്നൊരു കാര്യമായിരിക്കും ഈ ബോറടിക്കുന്നത്, അല്ലേ? പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയ്യോ ഇനി എനിക്ക് പഠിക്കാൻ വയ്യ, ബോറടിക്കുന്നു, അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ PYQ, അല്ലേ? ഒരു പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിൻ ഒന്ന് ആക്റ്റീവ് ആവും. അപ്പോൾ ബ്രെയിനിന് അറിയാൻ പറ്റും എനിക്ക് ഏതൊക്കെ സബ്ജക്ട്സാണ് എനിക്ക് കിട്ടാത്തത്, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സാണ്, ഏതൊക്കെ കണ്ടൻറ്റുകളാണ് എനിക്ക് കിട്ടാത്തത് എന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിന് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ സബ്ജക്റ്റ് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുറേ തെറ്റുകളൊക്കെ വരുത്തുന്നുണ്ടെങ്കിൽ, തെറ്റുകൾ വരുത്തും, നമ്മൾ പഠിച്ചു വരുന്ന ആൾക്കാരാണ്, അല്ലേ? തെറ്റുകൾ വരുത്താത്ത ആരുമില്ല. അപ്പോൾ തെറ്റുകൾ വരുത്തും. ആ തെറ്റുകൾ നമ്മൾ റെക്ടിഫൈ ചെയ്യണം. അപ്പോൾ ഇതിൽ പലരും ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ PYQ ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ എന്തോരം PYQ ചെയ്യുന്നു, എന്നിട്ടും എനിക്ക് നെഗറ്റീവ് അടിക്കുന്നു എന്ന് പറയും. അപ്പോൾ PYQ ചെയ്താൽ മാത്രം പോരാ, അതിൽ വരുത്തുന്ന മിസ്റ്റേക്കുകൾ നമ്മൾ റെക്ടിഫൈ ചെയ്യണം. എന്നാലല്ലേ നമുക്ക് അടുത്ത പ്രാവശ്യം അടുത്ത എക്സാമിന് അതേ മിസ്റ്റേക്ക് നമ്മൾ വരുത്താതിരിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു റെക്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, തിരുത്തൽ, അതിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക. നിർബന്ധമായിട്ടും എല്ലാവരും PYQ ചെയ്യുക. PYQ ചെയ്യുന്നതിൻ്റെ ഗുണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. കാരണം എക്സാം ഹാളിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണ്, അല്ലേ? ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ എങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ. അതേപോലെ തന്നെ നമുക്ക് ഓരോ ടെക്നിക്കുകളൊക്കെ നമ്മൾ തന്നെ സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്യും. ഇപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ 2 ഓപ്ഷൻ സുഖമായിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ബാക്കി 2 ഓപ്ഷൻ ആയിരിക്കും മിക്കവാറും കുറച്ചൊരു എന്താ പറയുക കൺഫ്യൂസിങ് ആയിട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ മെത്തേഡ്, ഓരോരോ എന്താ പറയുക ടെക്നിക്കും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ സെൽഫായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ എത്ര ക്ലാസ് കണ്ടു അല്ലെങ്കിൽ എത്ര കണ്ടൻറ്റ് വായിച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല. പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ PYQ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് PSC ആണ് കേട്ടോ. അടുത്തൊരു പോയിൻ്റാണ് മൊബൈൽ ഫോൺ. നമ്മളെല്ലാവരും മൊബൈൽ ഫോണിൻ്റെ അടിമകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്, അല്ലേ? അപ്പോൾ ഈ ഒരു ടൈമിൽ, നമ്മൾ പഠിക്കുന്ന ടൈമിൽ മൊബൈൽ ഫോൺ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാതെ നോക്കുക. അതായത് ഇപ്പോൾ നമുക്ക് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം. അല്ലാണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളൊരു ഷോർട്സ് വെച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ മണിക്കൂറോളം നമ്മൾ തന്നെ അറിയാണ്ട് നമ്മുടെ ടൈം അങ്ങ് നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ എക്സാംസൊക്കെ വരാറായി, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. പഠിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സുകൾ നിങ്ങൾ ഏതെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റാൻ ശ്രമിക്കുക കേട്ടോ. അതായത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ പഠിക്കാതിരിക്കുക, ഇൻഎഫക്റ്റീവ് മെത്തേഡ് ഓഫ് സ്റ്റഡി, പിന്നെന്താ പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ഇല്ലായ്മ, ലാക്ക് ഓഫ് റിവിഷൻ, അതുപോലെ തന്നെ ഇൻകൺസിസ്റ്റൻസി, പ്രാക്ടീസ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ എല്ലാവരും മാറ്റുക. നല്ല രീതിയിൽ എല്ലാവരുടെയും പഠനം മുന്നോട്ട് പോട്ടെ. മാക്സിമം എഫേർട്ട് എടുത്ത് പഠിക്കുക. അതേപോലെ തന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ട് പഠിക്കാനും കൂടെ ശ്രമിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്.